ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീട്രൂട്ടും ക്യാരറ്റും ഇവിടെ നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനു വേണ്ടി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരപ്പിന് ഒരു കപ്പ് തേങ്ങ, ഒരല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ജീരകം, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ട്യൂണ ഫിഷ് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ട്യൂണ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പെപ്പർ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മോര് കാച്ചിയത് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരാനായി വെയിറ്റ് ചെയ്യാം. അടുത്തതായി 3 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചാൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആണിത്. 30 മിനിറ്റ് മാത്രം മതി അപ്പോൾ ഈ ലഞ്ച് റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.